ഹായ് ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ നിങ്ങളെ 2.1 സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡും എല്ലാം കാണിച്ചിട്ടുണ്ട്. സകല സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു 100 വാട്ട്സിൻ്റെ ഒരെണ്ണം, 50 വാട്ട്സിൻ്റെ സ്റ്റീരിയോ ഉള്ള ഒരെണ്ണം, 65 വാട്ട്സിൻ്റെ, ഇതെല്ലാം ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്നും കാണിക്കുന്നില്ല, വേണമെങ്കിൽ കാണിക്കാം. ഇപ്പം ഞാനിത് കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു 5.1 ബോർഡ് ഞാൻ കാണിക്കാത്തതാണ്. ഇത് 5.1 ആണ്. നിങ്ങൾ നോക്കി, 1 2 3 4 5 6 7 8 9 10 11 12 കോയിലാണ്. നല്ല പവർഫുൾ ആംപ്ലിഫയർ ആണ് ഇത്. ഇത് 2 എണ്ണം വെച്ച് ഈ 5 ഇതിന് 2 കോയിൽ വെച്ച് ഒരു ഇതിനുണ്ട്. പിന്നെ അതിന് ഇതുണ്ട്. പിന്നെ ഇവിടെ ഈ ഊഫറിന് 2 കോയിലുണ്ട്. ഇത് സബ് ഊഫർ ഔട്ടാണ്. പിന്നെ 24 വോൾട്ട് ഇൻപുട്ട്. പിന്നെ ഇത് ഇൻപുട്ടാണ്. ഇത് കണ്ടില്ലേ, ഇത് ഇൻപുട്ട് വയറൊക്കെ ഇതിനകത്തുണ്ട്. വയറൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, 1 2 3 4 5 6 6 സാധനത്തിന് സബ് ഊഫർ ഉൾപ്പെടെ ഇൻപുട്ട് എല്ലാത്തിനും നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാം. സെൻട്രലിൽ അവരിട്ടിരിക്കുന്ന എല്ലാത്തിനും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു ഇത് മാനുവലായിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ കുത്തിയാൽ മതി. ഓരോ ഇൻപുട്ടും ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. സെൻറ്റർ, സബ് ഊഫർ എല്ലാം ഇവിടെ പുറകിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് വേറെ പേപ്പറൊന്നും എടുക്കേണ്ട കാര്യമില്ല. സബ് ഊഫർ, സെൻറ്റർ, ഗ്രൗണ്ട്, സറൗണ്ട് ലെഫ്റ്റ്, ഗ്രൗണ്ട്, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, മ്യൂട്ട്. ഒരു മ്യൂട്ട് എന്ന് പറഞ്ഞൊരു ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങേറ്റത്തെ മ്യൂട്ടാണ്. അതായത് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ മ്യൂട്ടായിക്കോളും. പിന്നെ ഇത് സബ് ഊഫറിൻ്റെ ഔട്ട്. ഇതിങ്ങനെ നമുക്ക് ഇതുകൾ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ലോക്കുണ്ട്. നല്ല ഇതാണ്. ടക്കെന്ന് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് സോൾഡർ ചെയ്യൊന്നും വേണ്ട. ഇതേന്ന് നമുക്ക് സപ്ലൈ പോകും. ഇത് കണ്ട നല്ല ഗേജുള്ള വയർ ഇട്ടിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓളിയോ ഒന്നും ഡ്രോപ്പ് ആയിരിക്കാൻ വേണ്ടി നല്ല ഗേജുള്ള, നമുക്ക് സ്പീക്കറിനൊക്കെ സത്യത്തിൽ ഇതുപോലത്തെ വലിയ വയർ വേണം കൊടുത്തെങ്കിൽ മാത്രമേ ഡ്രോപ്പ് വരുള്ളൂ. ഇതേണ്ട കപ്പാസിറ്റർ എല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഫിൽറ്ററിങ് എല്ലാം ഇട്ടിട്ടുണ്ട്. വേറെ തലവേദനകളൊന്നുമില്ല. മ്യൂട്ട് ഓഫ്, ഇതെടുത്തു കഴിഞ്ഞാൽ മ്യൂട്ട് ഓഫ്. ഇതിപ്പോൾ മ്യൂട്ട് ഓഫ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇവർ. ഇതെടുത്ത് കളഞ്ഞാൽ മ്യൂട്ട് എന്നുള്ള ബട്ടൺ വർക്ക് ആവുള്ളൂ. നമുക്ക് മ്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 24 വോൾട്ട്, ഒരു 10 ആമ്പിയറെങ്കിലും ഇതിന് കൊടുത്താൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. പിന്നെ ഇതിനകത്തിരിക്കുന്ന IC ഏതാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് പല സൈസ് IC ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് IC ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര IC എടുത്തിട്ടുണ്ട്. നമ്മൾ മെക്കാനിക്കലിൻ്റെ ഒരു സ്വഭാവമാണല്ലോ, എന്ത് കണ്ടാലും അയച്ചു നോക്കുക, അതിനകത്തിരിക്കുന്നത് എന്നാന്ന് നോക്കുക എന്നൊക്കെ. സത്യത്തിൽ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പൊക്കുന്നില്ല, ഒട്ടിച്ചാൽ വെച്ചിരിക്കുന്നു തോന്നുന്നു. സ്ക്രൂ അഴിച്ചിട്ടും ഇത് പൊങ്ങി വരുന്നില്ല. നല്ല പശ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് കുളമാക്കണം, ഉള്ളത് കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തുറക്കുന്നില്ല. അവർ നല്ല പശ ഇട്ട് വെച്ചിട്ടുണ്ട്. 2 സ്ക്രൂവും ഉണ്ട്. ചിലത് ഇങ്ങനെ ഈസി ആയിട്ട് ഇറങ്ങി പോരുമായിരുന്നു. ഇതിപ്പോൾ എന്നാണേലും നമുക്ക് ആ നല്ല IC ആണെന്ന് വിചാരിക്കാം. നല്ല പവറുള്ളതാണ്. ഞാൻ നേരത്തെ ഒരെണ്ണം ചെയ്തതാണിത്. നല്ല പെർഫോമൻസ് ആണ്. ഏത് സെറ്റായാലും കയറ്റി വിടാം. മറ്റേ ആ TDA 2006 പോലെ ഒന്നുമുള്ള സാധനമല്ല. നല്ല കിടുക്കാച്ചി ബോർഡാണ്. അപ്പോൾ എന്നാണെങ്കിലും ഞാനത് അഴിച്ച് പ്രശ്നമാക്കുന്നില്ല. ഞാൻ ഒരുവിധം പൊക്കിയിട്ടും അത് പൊങ്ങിയില്ല. അപ്പോൾ ഒരു ICയിൽ പശയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് നമ്മൾ ഒരു ഇതാക്കണ്ട. ഇപ്പോൾ സ്ക്രൂ ഒത്തിരി അങ്ങ് മുറുക്കേണ്ട കാര്യമില്ല. ഇത് നോർമൽ മതി. അവരും അധികം മുറുക്കിയിട്ടില്ലായിരുന്നു, ഒന്ന് അവിടെ പോരായിരിക്കാം. ഓക്കെ, ഉണ്ട്. പിന്നെ നമ്മുടെ പിന്നുകളുണ്ട്, ഇൻപുട്ടിനുള്ള സാധനമുണ്ട്. ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നമുക്ക് അയച്ചു തരാവുന്നതാണ്. നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ 2.1 നമ്മുടെ മിടുക്കൻ അറിയാമല്ലോ. ഇത് സർവ്വസാധാരണമായിട്ടുള്ള സാധനമാണ്. നല്ല പെർഫോമറാണ്. എല്ലാ കൺട്രോളും എല്ലാം സഹിതമുണ്ട്. സൂപ്പറായിട്ടുമാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ 2.1. ഇത് 1 2 3 4 5 6 എണ്ണം ഉണ്ടെങ്കിൽ മറ്റേതിനകത്ത് 12 എണ്ണം ഉണ്ട്. അതായത് 5.1-നകത്ത് 10 12 14 ഉണ്ട്. 150. ഇതിൻ്റെ നമ്പർ 150 ആണെങ്കിൽ അതിൻ്റെ നമ്പർ 350. മനസ്സിലായില്ലേ? അതിൻ്റെ നമ്പർ 300 അതായത് ഈ കോയിലിൻ്റെ ഇരട്ടി പവറുള്ള കോയിലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 300 അതിൻ്റെ ആ പെർഫോമൻസ്. ഇത് 150 കുഴപ്പമില്ല. ഇത് കൺട്രോൾ എല്ലാം ഉണ്ട്. ഇതിൽ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, ഓക്സിനുണ്ട്, സ്പീക്കർ ഔട്ടുണ്ട്. പിന്നെ ഒരു മെറ്റൽ കവറുണ്ട്. മെറ്റൽ കവറുണ്ട്. ഈ കവറിട്ട് കഴിഞ്ഞാൽ ഇത് പാക്കഡ് ആവും. അപ്പോൾ നമുക്ക് വേറെ കവറൊന്നുമില്ല. ഇതിന് മുറുക്കാനുള്ള സ്ക്രൂ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല സെറ്റാണ്. മുറുക്കാനുള്ള സ്ക്രൂ ഡ്രൈവർ വരെ അവർ തന്നിട്ടുണ്ട്.
വോളിയം കൺട്രോൾ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇതിൻ്റെ പവർ സപ്ലൈ ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. കുറേ ഓർഡറുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. പക്ഷേ പവർ സപ്ലൈ ഇപ്പോൾ വരുന്നുണ്ട്, അടുത്ത ദിവസം വരും. അവർ മാനുഫാക്ചർ ചെയ്ത് വരുന്ന നല്ല പവർ സപ്ലൈ ആണ്. അത് വേണ്ടെങ്കിലേ നമുക്കത് ശരിയാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബ്രാൻഡഡ് സെറ്റുകളിലൊക്കെ നമുക്ക് കയറ്റി വിടാം. കാരണം അവർക്ക് അതിൻ്റെ പവർ സപ്ലൈ മിക്കവാറും പാർട്ടിൻ്റെ പോകാല ബോർഡാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചു. ഇനി ഒരു 2.1 കൊണ്ട് ഉണ്ട്. ഈ ഇതുപോലെ കവറില്ലാത്തതാണ്, അത് ഞാൻ കാണിക്കാം. അത് ഇഷ്ടം പോലെ വിറ്റ് പോകുന്നതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇടാം. പിന്നെ അറിയാമല്ലോ, സാധാരണ മോണോ ബോർഡ്, സ്റ്റീരിയോ ബോർഡൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് കാണിക്കണോ? ഇത് ജെൻസി, ഓക്സിജനുള്ള സ്റ്റീരിയോ ബോർഡ് നല്ലതാണ്. പിന്നെ സാധാരണ ഒരു സിംഗിൾ ബോർഡ്, അതായത് നമ്മൾ സബ്ബൂഫറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, സബ്ബൂഫറിനൊക്കെ കൊടുക്കാൻ പറ്റിയ 100 വാട്ട്സിൻ്റെ ഒരു സിംഗിൾ ബോർഡ്, അത് രണ്ടും ഒന്ന് തന്നെ. പിന്നെ സ്റ്റീരിയോ, ബ്ലൂടൂത്ത് ഉള്ളത്, പിന്നെ ഇത് ബ്ലൂടൂത്ത് ഇല്ലാത്ത, അങ്ങനെയുള്ള എല്ലാ ബോർഡുകളും നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുണ്ട്. വേണ്ടവർ വന്നാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി, കൊറിയർ ചെയ്ത് തരാം. പിന്നെ പവർ കൂടിയ ഹോം തിയേറ്ററിന് സാറ്റലൈറ്റ് സ്പീക്കർ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. പുതിയ വെറൈറ്റി സാറ്റലൈറ്റ് സ്പീക്കറാണ്, അടിപൊളിയാണ്. ഇത് സാംഗോൺ സബ്ബൂഫർ ആണ്, നല്ല 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 സബ്ബൂഫറാണ്. ഇത് വേണൊരു ആവശ്യം പോലെ ഉണ്ട്. ടൈഗർ സീരീസ് ആണ്, 3 ഇഞ്ചാണ് സാധനം. 3 ഇഞ്ച് സാറ്റലൈറ്റ്, അതായത് ഈ 5.1 ഹോം തിയേറ്ററുകളിലെല്ലാം ഇത് കൂടി സ്പീക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടാൻ പാടാണ്, ചിലപ്പോൾ നല്ലത് കിട്ടും. ഇത് നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു മോഡലാണ്, നല്ല നിറമൊക്കെയാണ്. ഇത് വേണ്ടവർക്കും വേണം തരാം. ഇതിൻ്റെ കറുത്തതുണ്ട് കേട്ടോ, കറുത്തതുണ്ട്, സിൽവറുണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളറുണ്ട്. പിന്നെ വേറെ ബ്രാൻഡിൻ്റെ ഉണ്ട്. അടുത്ത നല്ലൊരു അടിപൊളി ഡി ക്ലാസ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇതാണ്. നല്ല സൂപ്പർ വർക്കിംഗ് ഉള്ള ഒരു ഡി ക്ലാസ് ആംപ്ലിഫയറാണ്. ഞാൻ പൊട്ടിക്കുന്നില്ല. ഇതിൻ്റെ ഫുൾ നോബും ഇതിൻ്റെ കൺട്രോൾസും എല്ലാം ഇതിനകത്തുണ്ട്. നല്ല വർക്കിംഗ് ഒരു ആംപ്ലിഫയറാണ്. ഇതിന് സബ്ബൂഫറിന് ബാസ് പ്രത്യേകം കൂട്ടാനുള്ള സ്വിച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് സെറ്റ്. അപ്പോൾ ഈ ആംപ്ലിഫയർ ബോർഡ് നല്ല വർക്കിംഗ്, സൂപ്പർ വർക്കിംഗ് 2.1 ആണ്. ഇത് ശരിക്കും വളരെ സക്സസ് ആണ്. പിന്നെ AC 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെയാണ് ഇതിനും കൊടുക്കുന്നത്. 4 ohms സ്പീക്കറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഈ ബോർഡ് വേണ്ടവർക്കും നമുക്ക് അയച്ചു തരാൻ പറ്റും. ഇതിനും ചെറിയ വിലയുള്ളൂ ഈ ബോർഡിന്. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടു. 2.1 നമുക്ക് 2 മോഡൽസ് ഉണ്ട്. പിന്നെ 5.1 നമുക്കുണ്ട്. പിന്നെ സിംഗിൾ 100 വാട്ട്സിൻ്റെ മോണോ സെറ്റ് ഉണ്ട്. പിന്നെ സബ്ബൂഫർ സെപ്പറേറ്റ് കൊടുക്കാനുള്ള സബ്ബൂഫർ ബോർഡുണ്ട്. അതുകൂടാതെ സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ട്. സ്റ്റീരിയോ ആംപ്ലിഫയർ വാട്ട്സ് കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, ബ്ലൂടൂത്ത് ഉള്ളതുണ്ട്, ഓക്സിജൻ ഉള്ളതുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഉണ്ട്, കൺട്രോൾ ഉള്ളതുണ്ട്, കൺട്രോൾ ഇല്ലാത്തതുണ്ട്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഏത് ബോർഡ് വേണേലും നിങ്ങൾ വിളിച്ചാലും ഞാൻ കൊറിയറിൽ അയച്ചു തരാം. ഒത്തിരി പേർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇതെല്ലാം തീർന്നു പോയായിരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും വന്നതാണ്. അപ്പം ക്ലാസ് ഡി ആംപ്ലിഫയർ വളരെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് പണ്ട് സോണിയുടെ എസ് മാസ്റ്റർ ഡിജിറ്റൽ ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണ്. അത് പേറ്റൻ്റ് ആയിരുന്നു. അപ്പോൾ പേറ്റൻ്റ് കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ സാധനം വരാൻ തുടങ്ങിയത്. ഇപ്പം നമുക്ക് ചെറിയ വിലയ്ക്ക് ഇത് കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ഒരു ഹമ്മിങ്ങോ മൂളലോ ഷീൽഡോ ഒരു പ്രശ്നവുമില്ല. ഇവൻ ഓണാണെന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ പാട്ട് വന്നാൽ മാത്രമേ അറിയുള്ളൂ. പിന്നെ ട്രിബിളിന് ട്യൂട്ടർ, മിഡ് റേഞ്ച്, വൂഫർ, അങ്ങനെയുള്ള ഒരു സ്പീക്കറുകളും റേഞ്ചും നെറ്റ്വർക്കും അങ്ങനെയുള്ള ഒരു സാധനവും ക്ലാസ് ഡിക്ക് ആവശ്യമില്ല. ഇതിന് ഊഫർ, ബാസ് ഉണ്ടാകാൻ ഊഫർ, പിന്നെ സാറ്റലൈറ്റ് സ്പീക്കർ. അത് ഈ ഫിഡിലിറ്റി, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഓട്ടോമാറ്റിക്കലി ഈക്വലൈസ് ചെയ്ത് അടിപൊളി സൗണ്ടാണ് തരുന്നത്. അപ്പോൾ വേണ്ടവർ നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, എല്ലാം നമുക്ക് അയച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.